അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സാംസങ് ഗാലക്സി S21 Plus 5Gയുടെ ഒരു റിവ്യൂ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ S21 Plus എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ 6-7 മാസത്തിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണ്, നല്ല ഡിസൈനൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിലൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ S21ഉം S21 Plusഉം S21 Ultra നോക്കുവാണെങ്കിൽ S21ൽ വരുന്നത് പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ തന്നെയായിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് S21 Plus ആൻഡ് Ultraയിൽ വരുന്നത് ഗ്ലാസ് ബാഗ് ഒക്കെ തന്നെയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഒക്കെ തന്നെയുണ്ട്. ഈ സ്മാർട്ട് ഫോൺ വരുന്നത് ഗ്ലാസ് ബാഗിലൂടെ ഒക്കെ തന്നെയാണ്. പക്ഷെ ഈ സ്മാർട്ട് ഫോൺ അത് അലുമിനിയം ഫ്രെയിംസ് ഉണ്ട്, അത് ഒരു നല്ല സംഭവമൊക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് ആണെങ്കിൽ 200 ഗ്രാംസോടെ ഒക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഗ്ലാസ് ആണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഈ സ്മാർട്ട് ഫോണൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ഒക്കെ നല്ല തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്തൊക്കെ തന്നെ. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ബോക്സിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം വയറേ ഉള്ളൂ. അപ്പൊ വയർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് സി ടു ടൈപ്പ് സി ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ബോക്സിൽ ചാർജർ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതും ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പൊ പണ്ടൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബോക്സിലൊക്കെ ഇയർഫോൺസ് ഉണ്ടായിരുന്നു, ചാർജർ, കേസ് വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ഒന്നുമില്ല. നിങ്ങളാണെങ്കിൽ 70,000 രൂപയ്ക്ക് കൊടുത്തൊരു സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈടെയായിട്ടൊന്നും കിട്ടാറൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലൊക്കെ തന്നെ. അപ്പൊ ഡിസൈൻ ആണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ നല്ലതൊക്കെ തന്നെയാണ്. അപ്പൊ നല്ല റോബോട്ടിക് ക്യാമറ ഡിസൈൻ ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ തന്നെ. പിന്നെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ഞാൻ ഒരിക്കലും മാറ്റ് ഫിനിഷ് ഉള്ള ഫോൺസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, ഹോൾഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് മാറ്റ് ഫിനിഷ് ഉള്ള ഫോണൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പോളികാർബൺ ഗ്ലാസ് ബാക്ക് ഫോണൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനൊക്കെ കൂടുതൽ കണ്ടിരിക്കും ഗ്ലോസി ബാക്ക് ഉള്ള ഫോൺസ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്ത്. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഇത് 120 ഹെർട്സും കൂടെ ഒക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് 1300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസിലൂടെ ഒക്കെ തന്നെയാണ്. ഇത് FHD ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഓവറോൾ ഇത് സാംസങ്ങിന്റെ ഫോണാണ്. സാംസങ് തന്നെയാണ് ഇവരുടെയൊക്കെ ഡിസ്പ്ലേസ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ അത് തന്നെ ഇത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ തന്നെയാണ്. അപ്പൊ നല്ല ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഈ ഫോണിലൊക്കെ തന്നെ. പിന്നെ ഈ ഫോൺ വരുന്നത് 120 ഹെർട്സ് ഒക്കെ ആയതുകൊണ്ട് സ്മൂത്ത് ഒക്കെ തന്നെയാണ്. 1 UI ഒക്കെ തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോൺ അതൊക്കെ തന്നെ. ഒരു ഇഷ്യൂസും ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസിനകത്തൊക്കെ തന്നെ. അപ്പൊ അടിപൊളിയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും സാംസങ് ഫോൺസ് ഫോർ എക്സാമ്പിൾ S8 Plus S9 ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ആ ഫോണിലൊക്കെ വരുന്ന സൈഡ് കർവി ഒക്കെ തന്നെയാണ്. S20 S സീരീസ് അതൊക്കെ വരുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് ഫോൺസ് പോലെയൊക്കെ തന്നെയാണ് സാംസങ് ഫോൺസ് ഒക്കെ തന്നെ. അപ്പോൾ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ടെമ്പർ ഗ്ലാസ് ഇടാൻ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഫോൺസിനകത്തൊക്കെ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫുൾ സൈഡ്സിൽ ഇതൊക്കെ തന്നെ. ഇനി മുതൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഈ ഫോൺസിലൊക്കെ തന്നെ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണെങ്കിൽ 88.2% എങ്ങാണ്ടാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ അത് 394 PPI ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ ഒക്കെ തന്നെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസിനകത്തൊക്കെ തന്നെ. ഓവറോൾ ഇത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ഒരു ഇഷ്യൂസും ഇല്ല ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനകത്തൊക്കെ. അപ്പൊ ഇതൊക്കെ ഉള്ളതെന്ന് എനിക്കൊക്കെ പറയാൻ. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോൺ ഒഫീഷ്യലി Android 11 ഔട്ട് ഓഫ് ദ ബോക്സിലൊക്കെ തന്നെയാണ് വരുന്നത്. 1 UI 3.1 ഒക്കെ തന്നെയായിട്ടാണ് ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്നത്. അപ്പോൾ 1 UI ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണത്തൊക്കെ. അപ്പൊ 1 UI ഡെയിലി ഒക്കെ അവർ ഇമ്പ്രൂവ് ആയി തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് Android 14 വരെയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ സാംസങ് ഇനി മുതൽ 4 വർഷത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെയാണ് റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്. 3 വർഷത്തെ ഇതും പിന്നെ 1 വർഷത്തെ ബാച്ചസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ. അപ്പോൾ ഓവറോൾ UI തന്നെ വേണമെങ്കിൽ ഇതിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാനൊക്കെ തന്നെ പറ്റും. 1 UI ഡെയിലി ഒക്കെ ബെറ്റർ ആയിക്കൊണ്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് UI ഇതിനകത്തൊക്കെ സോഫ്റ്റ്വെയറിനകത്തൊക്കെ തന്നെ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് Exynos 2100ടെയാണ്. എക്സിനോസിന്റെ ഒക്കെ തന്നെയായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് 5nm ബേസ്ഡും കൂടെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ GPU ആണെങ്കിൽ Mali G78 ഒക്കെ തന്നെയാണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ഒക്കെ ആയിട്ട് ഈ ഫോൺ വന്നായിരുന്നെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് എക്സിനോസ് ഒക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ എക്സിനോസിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ഈ സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോൺ ഇപ്പം നിങ്ങൾ കൂടുതൽ നേരം വല്ല യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഒക്കെ ഹീറ്റ് ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ തന്നെ വാട്സപ്പ് തന്നെ 1 മണിക്കൂർ വല്ലതും യൂസ് ചെയ്തെങ്കിൽ ഫോണൊക്കെ ഹീറ്റ് ആവാറൊക്കെ തന്നെ ഉണ്ട്.
അപ്പോൾ ഗെയിമിംഗ് വല്ലതും ആണെങ്കിൽ ഹീറ്റ് ആവാനൊക്കെ തന്നെ ചാൻസ് ഒക്കെ തന്നെ ഉണ്ട്. ഗെയിമിംഗ് ഒന്നും ഈ സ്മാർട്ട് ഫോൺ ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആപ്പ് യൂട്യൂബ് യൂസ് ചെയ്യണം, അപ്പോൾ നല്ലോണമൊക്കെ ഹീറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ആയിരുന്നെങ്കിൽ ഓക്കെ ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഓവറോൾ Exynos 2100 അടിപൊളിയൊക്കെ തന്നെയാണ്. ഹീറ്റിംഗ് വല്ലതും ഇവർക്ക് ഒപ്റ്റിമൈസേഷൻ വഴിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴിയോ വല്ലതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റിയേക്കാം, അറിയത്തില്ല എനിക്ക്. പക്ഷെ ഇതൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് ഒക്കെ. അപ്പോൾ ഓവറോൾ ഈ സ്മാർട്ട് ഫോൺ വന്ന് 120 Hz ഒക്കെ തന്നെ Exynos 2100 ഒക്കെ തന്നെയുണ്ട്. സ്മൂത്ത് ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ. പക്ഷേ ഹീറ്റിംഗ് ഒക്കെ ഉള്ളൂ ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഡ്രോബാക്ക്. പക്ഷെ അത് മേജർ ഹീറ്റിംഗ് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇതൊക്കെയാണ് Exynos 2100 ഒക്കെ. അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിനകത്ത് നിങ്ങൾക്ക് 128GB 8GB റാം വേരിയന്റ് ഉണ്ട്, 256 8GB റാം വേരിയന്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 256GB 8GB റാം വേരിയന്റ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ UFS 3.1 സപ്പോർട്ടൊക്കെ തന്നെയായിട്ടാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് SD കാർഡ് സ്ലോട്ട് ഒന്നും തന്നെയില്ല. 256GB ഒക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ മാക്സും ഒക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് 12 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇത് f1.8 ബേസ്ഡ് ആണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ അത് ടെലിഫോട്ടോയും കൂടെ ഉണ്ട്. ഇത് 64 മെഗാപിക്സലിന്റെ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് f2.0 ബേസ്ഡ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ അൾട്രാ വൈഡും എനിക്ക് 12 മെഗാപിക്സലിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് അടിപൊളിയൊക്കെ തന്നെയാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് 30x വരെ സൂം ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഡിജിറ്റലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ 3x എനിക്കൊന്ന് ഹൈബ്രിഡ് ഒക്കെ തന്നെ, അതും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഡിജിറ്റൽ സൂം ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ആണെങ്കിൽ 10 മെഗാപിക്സലിലൊക്കെ തന്നെയാണ്. അപ്പോൾ സെൽഫിയിൽ നിങ്ങൾക്ക് 4Kയുടെ ഓപ്ഷൻസ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ 4K 60 FPS ഓപ്ഷൻസ് ഇതിലും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് റിയറിൽ 8K 24 FPS ഓപ്ഷൻസും ഒക്കെ തന്നെയുണ്ട്. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ബെറ്റർ വേണമെങ്കിൽ ഐഫോൺസ് തന്നെ ആയിരിക്കാം. പക്ഷെ ഓവറോൾ ഇത് നല്ല ഫോൺസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ലോ ലൈറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണൊക്കെ നല്ലോണം പെർഫോം ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് ഒക്കെ തന്നെ നല്ലതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ക്യാമറാസ് തന്നെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് ആൻഡ്രോയിഡ് സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ S21 സീരീസ് അടിപൊളി ഫോൺസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിലോട്ടും പോകാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് അതൊക്കെ തന്നെ. പിന്നെ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സ്മാർട്ട് ഫോൺ ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെയില്ല. അപ്പോൾ അടുത്ത് സെക്യൂരിറ്റി പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ അത് നോക്സ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ നോക്സ് ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ സേഫ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ നിങ്ങൾക്ക് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട് ഈ ഫോണിലൊക്കെ. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഒക്കെ ഈ സ്മാർട്ട് ഫോൺ വന്നുകൊണ്ടൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് 4800 mAh ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ന്യൂസിലൊക്കെ വന്നിരിക്കുന്നത് 25 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ ഈ സ്മാർട്ട് ഫോണെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ബോക്സിൽ നിങ്ങൾക്ക് ചാർജർ ഒന്നും തന്നെ അല്ല. ടൈപ്പ് സി ടു ടൈപ്പ് സി ഭാഗ്യത്തിന് വീട്ടിൽ ഓൾറെഡി ടൈപ്പ് സിയുടെ ഒക്കെ തന്നെ ഇതുണ്ടായിരുന്നു, ചാർജേഴ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സേഫ് ഒക്കെ തന്നെയായി. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ തന്നെയുണ്ട്. ഇത് 4.5 വാട്ട്സ് വരെയൊക്കെ തന്നെയാണ്. പിന്നെ വയർലെസ് ചാർജിങ് ഒക്കെ തന്നെയാണ്. ഇത് 15 വാട്ട്സ് വരെയൊക്കെ ഈ സ്മാർട്ട് ഫോണൊക്കെ തന്നെ സപ്പോർട്ട് ഒക്കെ ചെയ്യും. ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് 1 ഡേ വരെയൊക്കെ സുഖമായിട്ടൊക്കെ പോകാനൊക്കെ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ 4800 mAh ഒക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ യൂസേജിലൂടെ ഇത് ഓക്കെ ഫോണൊക്കെ തന്നെ. ഈ ഫോൺ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൊണ്ട് 4.5 വാട്ട്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബാറ്ററി ബാക്കപ്പ് ഇതിനകത്തൊക്കെ തന്നെ. ഓവറോൾ ഈ സ്മാർട്ട് ഫോൺ നല്ലതൊക്കെ തന്നെയാണ് ബാറ്ററിയിലൊക്കെ. അപ്പോൾ തൽക്കാലം ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് സൈഡിൽ 2 ഫ്ലാഗ്ഷിപ്പിലെ ആൾക്കാരാണ് ഉള്ളത്. ഒന്നാണ് OnePlus, ഒന്നാണ് സാംസങ്. ഇപ്പം നിങ്ങൾക്ക് OnePlusലോട്ട് പോകണ്ട. പിന്നെ സാംസങ്ങിന്റെ UI തന്നെ വേണം. പിന്നെ സാംസങ്ങിൽ നിങ്ങൾക്ക് S21 സീരീസ് ഒക്കെ തന്നെയുണ്ട്. ഈ സ്മാർട്ട് ഫോണത്തെ നിങ്ങൾക്ക് S Pen ഒക്കെ തന്നെ സപ്പോർട്ടൊക്കെ തന്നെ ചെയ്യും ഈ ഫോണൊക്കെ. അപ്പോൾ ഓവറോൾ ഈ ഫോണിലോട്ട് പോകാനൊക്കെ പറ്റും നിങ്ങൾക്ക്. പക്ഷേ S21 പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് S21 Plus ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഒക്കെ തന്നെ. പിന്നെ S21 അൾട്രയെക്കാളും എനിക്ക് പറയാനുള്ളത് S21 Plus ഒക്കെ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ഒക്കെ തന്നെ. ഇപ്പം നിങ്ങൾ S21 പോകുകയാണെങ്കിൽ ഫോണിൻ്റെ ഒക്കെ ബിൽഡ് ക്വാളിറ്റി ഇതൊക്കെ തന്നെയാണ്. പിന്നെ S21 അൾട്ര ആണെങ്കിൽ മൊത്തം ഹൈപ്പ് ഒക്കെ തന്നെയാണ്. പിന്നെ അത് തന്നെയല്ല എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ്. പിന്നെ അത് വെർത്തി ഫോണൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് S21 Plus നല്ല പിക്കൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിലോട്ട് പോകാനൊക്കെ തന്നെ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളതാണ് ഈ വീഡിയോക്കകത്തൊക്കെ. ഓവറോൾ ഇപ്പം നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ വേണം, ക്യാമറ വേണം, എല്ലാം തന്നെയുണ്ട് ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ തന്നെ. ഒരു ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് One UI ഒക്കെ തന്നെ വേണമെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ പോകാൻ. അത് തന്നെയല്ല ആൻഡ്രോയിഡ് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ S21 സീരീസ് അടിപൊളി ഫോൺസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത് S21 Plus 5Gയുടെ ഒക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.